എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലറും BJP നേതാവുമായ അഡ്വക്കേറ്റ് DT വെങ്കിടേശ്വരൻ രാജിവെച്ചു. അഭിഭാഷക വൃത്തിയിലെ തിരക്കുമൂലം കൗൺസിലർ എന്ന നിലയിൽ വാർഡിലെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധ ചെലുത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രാജിവെക്കുന്നതെന്ന് DT വെങ്കിടേശ്വരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാളിതുവരെയുള്ള തന്റെ പ്രവർത്തനങ്ങൾക്ക് പാർട്ടിയും ജനങ്ങളും പൂർണ്ണ സഹകരണം നൽകിയതായി വെങ്കിടേശ്വരൻ പറഞ്ഞു. കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ BJP മണ്ഡലം പ്രസിഡന്റ് KS വിനോദ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, VG ഉണ്ണികൃഷ്ണൻ, KR വിദ്യാസാഗർ, M മുരുകദാസൻ എന്നിവരും പങ്കെടുത്തു. മറ്റുള്ള ആളുകളെ ഇപ്പോൾ ഞാനില്ലെങ്കിൽ തന്നെ എൻ്റെ സഹപ്രവർത്തകരെ ഏൽപ്പിച്ച് ചെയ്യാൻ പറ്റും. ഒരു കൗൺസിലർ സ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പല പരിപാടികളും നിങ്ങൾ എന്നെ കാണാറുണ്ടാവില്ല. വളമായിട്ട് അവിടെ വേറെ ആളെ ഡെപ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ വാർഡുമായിട്ട് ബന്ധപ്പെട്ട ചില മീറ്റിങ്ങുകൾ, പ്രധാന മീറ്റിങ്ങുകളിൽ ഇപ്പോൾ ഞാൻ പങ്കെടുക്കാതെ വരും. അതിന്റെ വിവരങ്ങൾ എനിക്ക് സഹ കൗൺസിലർമാർ വഴി കിട്ടിയ വാർഡിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടെങ്കിൽ പോലും അതിലൊരു പൂർണ്ണത എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രത്യേകിച്ചും ആ വാർഡിലെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ചെറുപ്പക്കാർ വളരെ കുറഞ്ഞൊരു വാർഡ്, പ്രായമായിട്ടുള്ള ആളുകൾ ധാരാളം ഒരു വാർഡ്. അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങൾ ഇടപെടാനായിട്ട് കൂടുതൽ സമയം വേണം. കാരണം അവരെ സംബന്ധിച്ചിപ്പോൾ അവർക്ക് നഗരസഭയിൽ ഒരു കൗൺസിലർ എന്തെങ്കിലും നഗരസഭയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ എന്താ പറയാ ഈ IOCയുടെ ഇതിന്റെ പുതുക്കൽ നടക്കുന്നുണ്ട്, മസ്റ്ററിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങൾക്കൊക്കെ സഹായത്തിന് വേണ്ടി ഒരു സ്വഭാവമായിട്ട് കൗൺസിലറെ ബന്ധപ്പെടുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ അതിനാവശ്യമായിട്ട് സമയം കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അവരായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അവർക്കല്ല. അപ്പൊ അതിൽ അവർക്ക് പരാതി ഇല്ലെങ്കിൽ പോലും എനിക്ക് പരാതി, കാരണം അവരുടെ കൂടെ നിൽക്കാനുള്ള ആൾ വേണം അവിടെ. അത് കൗൺസിലറായിട്ട് തന്നെ വേണം. കൗൺസിലർക്ക് പകരം വെക്കാൻ ഒരാള് എന്ന് നിലയ്ക്ക് പോരാ. ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് കുഴപ്പമില്ല. നമ്മുടെ കൂടിയിരിക്കുന്ന സജീവനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖമായിട്ട് കുറച്ചാൾ ഹോസ്പിറ്റലായിരുന്നു. അദ്ദേഹത്തിന്റെ വാർഡിലെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരും ഭംഗിയായിട്ട് നിർവഹിച്ചു. ഞങ്ങളുടെ തന്നെ കൂടെയുള്ള കൗൺസിലറായിട്ട് ശിവറാം ഒരു 1.5 മാസത്തോളം തൃശ്ശൂർ ഹോസ്പിറ്റലായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാനിവിടെ നിങ്ങൾ കാണുന്ന ഈ വടക്കേടയിലാണ് കൂടുതൽ ലൈവായിട്ടുള്ളത്. ആ വാർഡിലേക്ക് പോകുന്ന സമയം വളരെ കുറവാണ്. ഫോൺ വഴി കാര്യങ്ങൾ ചെയ്യേണ്ട ആർക്കും പരാതി ഇല്ല എന്നുള്ളതല്ല. പക്ഷെ ആ വാർഡിന്റെ വികസനത്തിന് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു നന്മയ്ക്ക് ആളുടെ സാന്നിധ്യം അവിടെ വേണം. അപ്പൊ അതുകൊണ്ട് അത് എനിക്കത് എത്താൻ പറ്റില്ല എന്ന് നല്ല ബോധ്യമുണ്ട്. ഇപ്പൊ വിവര സാങ്കേതിക വിദ്യയുടെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ പണ്ടൊക്കെ ഇവിടെ നിന്ന് എഴുതി ബസ്സിൽ അയച്ചിരുന്ന പോലെ ഉള്ള സംവിധാനം ഒന്നുമില്ല. അതേപോലെ കോടതികളിലായാലും മറ്റു സംവിധാനങ്ങളിലായാലും വരുന്ന ഇതിന് പുറകെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ധാരാളം സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ സമയം കണ്ടെത്താൻ പറ്റാതെയും മാറ്റിവെക്കാൻ പറ്റാത്ത ജോലികളോട് മാറ്റിവെച്ചിട്ട് ഇതിന് പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ സജീവമായിട്ടുണ്ടാവും. പക്ഷേ കൗൺസിലർ എന്നുള്ള ജോലി മുമ്പിൽ കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ പേരിലാണ് രാജിവെച്ചിട്ടുള്ളത്.